ഹലോ മിഗോസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ കളിച്ചിരുന്ന ഒരു കളിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇന്നിരുന്ന് കളിക്കണേ. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ സമയക്കുറവും തിരക്കും ഒരു ബിസി ലൈഫൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിനുള്ള സമയമൊന്നും കിട്ടണില്ല. അപ്പോൾ ഞാൻ രണ്ടും കളിപ്പിച്ചു. അവൻ്റെ കൂടെ കളിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു കലത്തിൽ ചോറൊക്കെ വയ്ക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞങ്ങൾ കലത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് മൂടിയൊക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ ചെറിയ അടുപ്പൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൊട്ടില്ല. പക്ഷേ എനിക്ക് ഗ്രാനൈറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെറിയ ടൈലിൻ്റെ പീസാണ് എടുത്തത്. പക്ഷേ സംഭവം പാളിപ്പോയി. കാരണം എന്താ, ചൂട് കൂടിയപ്പോഴേക്കും ടൈലുകൾ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ നല്ല കാറ്റുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണി 5:15-നൊക്കെയാണ് സംഭവം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല. വെള്ളം എന്ത് ചെയ്തിട്ട് തിളയ്ക്കണുണ്ടായില്ല. കുറേ കഷ്ടപ്പെട്ടു. കുറേ നേരം പേപ്പറൊക്കെ കീറി കത്തിച്ചു. ലാസ്റ്റ് അവിടെ ഇരിപ്പായി. അങ്ങനെ കുഞ്ഞൂട്ടനും വന്ന് നിൽക്കുകയാണ്. കുഞ്ഞൂട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും നടക്കും അമ്മയെന്നൊക്കെയാണ് അവൻ്റെ മനസ്സിലുള്ള ആ ഒരു ചോദ്യങ്ങൾ. ലാസ്റ്റ് കൊച്ചു പക്ഷേ നല്ല കട്ടയ്ക്ക് സപ്പോർട്ടായി നിന്നു കേട്ടോ. അവനും കുറേ പേപ്പറൊക്കെ കീറി സഹായിച്ചു. കുറേ ചിരട്ടയുടെ പീസൊക്കെ വെച്ചു ഞങ്ങൾ, ചെറിയ മടലിൻ്റെ കഷ്ണങ്ങൾ. അങ്ങനെ തീയൊക്കെ കത്തിച്ചു സെറ്റാക്കിക്കൊണ്ടിരുന്നു. കാറ്റ് വരും. അപ്പോൾ നമുക്ക് ഊതേണ്ട കാര്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കലി കാറ്റ് വരുമ്പോൾ തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൂട്ടൻ്റെ സൈഡിൽ നിന്ന് കുഞ്ഞൂട്ടനും കുറേ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓസെടുത്ത് ഊതനനുസരിച്ച് കണ്ട് അവനും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. കണ്ടോ, കുഞ്ഞിരുന്ന് പേപ്പറൊക്കെ കീറി സഹായിക്കുകയല്ലേ. പക്ഷേ അവൻ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കൈ എങ്ങാനും പൊള്ളിയാലോ, അമ്മ കൊണ്ടേ കളിപ്പിക്കാനിരുത്തി കൊച്ചിനെ കൈ പൊള്ളിച്ചെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സന്ധ്യ ആയിട്ടും നമ്മളങ്ങോട്ട് ഒന്നും ആയിട്ടില്ല. പിന്നെ അടുപ്പിൻ്റെ സ്ഥലമൊക്കെ ഞങ്ങൾ മാറ്റി. കാരണം നേരത്തെ ഇരുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഒട്ടും ലൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഗായ്സ്, നമ്മൾ കാത്തിരുന്ന ടൈം എത്തി. വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് അരിയിടാം. അപ്പോൾ ഒരു കുഞ്ഞു പാത്രത്തിൽ അരി കഴുകി സ്പൂൺ കൊണ്ട് നമ്മൾ അരിയിടുകയാണ്. അപ്പോൾ എന്നെ വീഡിയോ എടുക്കാൻ സഹായിക്കണ ഏട്ടനാട്ടോ. അപ്പോൾ ഏട്ടൻ നല്ല കട്ട സപ്പോർട്ടാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ്. കാരണം പെട്ടെന്ന് കലം ചൂടായി പറഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ വെള്ളം ചൂടാക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിശന്നിട്ട് പാടില്ല, കുറേ നേരമായല്ലോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഇന്ന് അരി വേവ് നമുക്ക് തോന്നണില്ല. എന്നിട്ട് അമ്മ അടുക്കളയിൽ നിന്ന് പഴമൊക്കെ എടുത്ത് തന്നു. അങ്ങനെ പതിയെ പതിയെ അരിയും തിളച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അരി നന്നായിട്ട് തിളയ്ക്കണുണ്ട്. അപ്പോൾ അച്ഛൻ ഈ സമയത്ത് ഉണ്ടായില്ല കേട്ടോ. അച്ഛനൊന്ന് പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ അമ്മ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു പ്രതീക്ഷയുണ്ട്, എപ്പോഴെങ്കിലും അരി തിളയ്ക്കുമെന്ന്. അങ്ങനെ ചോറ് വെന്തു. ചോറ് നമ്മൾ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ പച്ചച്ചോറ് തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി വാട്ടാം. എൻ്റെ സ്റ്റൈലിൽ ഞാൻ തക്കാളി ചമ്മന്തി എന്നാണ് പറയാറ്. പക്ഷേ പല സ്ഥലത്തും പലതാണ് ഇതിനെ പറയാറ്. അപ്പോൾ തക്കാളിയൊക്കെ കുനുകുനാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു. കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് കറി കേട്ടോ തക്കാളി. കുഞ്ഞിനും ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും ഫേവറേറ്റ് കറി കാരണം ഞാൻ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ, ടൈലുകളൊക്കെ ചൂടായിട്ട് ടൈലുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ തക്കാളി ഇട്ടു, ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. നമ്മൾ പൊടികളൊക്കെ ഇട്ട് നമ്മൾ നല്ലതായിട്ട് കടുവറാന്നിട്ട് തിളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഒരു 7-7:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 5 മണിക്ക് തുടങ്ങിയെന്നാന്ന് ഓർക്കണം. എന്നാലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. എന്നിട്ട് അപ്പോഴേക്കും അച്ഛൻ വന്നായിരുന്നു. അച്ഛനെയും അമ്മേനെയും എൻ്റെ കുഞ്ഞിനെയൊക്കെ ഇരുത്തി ഇലയിൽ ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ്. അപ്പോൾ കുഞ്ഞൻ പറയുന്നുണ്ട്, കുറച്ചും കൂടി ഇട്ടോ, കറിയൊക്കെ ആ സൈഡിലിട്ട് കൊടുക്കുക, അച്ഛമ്മയ്ക്ക് ഇടുക, അച്ചാച്ചനൊക്കെ ഇടുന്ന് പറയുന്നുണ്ട്. അങ്ങനെ തക്കാളി ചമ്മന്തി ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിച്ചോളാൻ പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞെന്തേ, അപ്പോൾ ചൂടുണ്ട് ചെറിയൊരു. അപ്പോൾ ഞാൻ നിരത്തിയിട്ട് കൊടുത്തു. കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞൻ സൂപ്പറാമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അവന് ഫേവറേറ്റ് ആണ്. അത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വന്നാൽ വേഗം വന്ന് കൈ നമുക്ക് ഇങ്ങനെ അടിക്കും. അപ്പോൾ അമ്മയും അച്ഛനും കൊടുത്തു. അപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അമ്മ ഇരുന്ന് തലയൊക്കെ ആട്ടുന്നുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, അച്ഛനും കഴിക്കുന്നുണ്ട്. അപ്പം ഞാനും